നമ്മുടെ ജീവന്റെ അധികാരം കർത്താവിന്റെ കാര്യങ്ങൾ ആയിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം അനുവദിച്ചിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവം അനുവദിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നതാണ്. ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യം ദൈവത്തോട് ചോദിച്ചു. എന്നെ ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്ന ഒരു സമയത്ത്. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചാ പ്രാർത്ഥിക്കും. ദൈവം എന്ന് പ്രതീക്ഷിക്കുന്നു. അവനെ മക്കളോട് ഭോഗിക്കുന്നതിന്റെ ഭൂമിയിലുള്ള മാതാപിതാക്കൾക്ക് നമ്മളെ കുറിച്ചൊരു പ്രതീക്ഷ, അതിനേക്കാൾ പ്രതീക്ഷയുള്ളവനാണ് നമ്മളെക്കുറിച്ച് താല്പര്യമുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം തിരിച്ചറിയുന്നതാണ് ആത്മീയ ജീവിതത്തിന്റെ വിജയം. അതുകൊണ്ട് രാത്രി ദൈവങ്ങളിൽ ഏൽപ്പിക്കുക. ബഹുമാനിതരായ ദൈവകൃത്യമാണ് ശമീതരായിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ദൈവം. നാട്ടിൽ ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ശുശ്രൂഷ. വേറെ ലോക രാജ്യങ്ങളിലൊന്നും അത്ര ധാരാളം ശുശ്രൂഷ. ഏറ്റവും ലോകം അറിയപ്പെടുന്ന ദേവദാസന്മാർ മുതൽ കർത്താവ് അയച്ചിട്ട് പ്രതീക്ഷയോടെ വരുന്ന ദേവദാസന്മാർ വരെ അങ്ങനെ ധാരാളം ആളുകൾ വന്ന വിവിധ നിലകളിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം, നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം. ഒരിക്കൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന തോമസ് സാർ, കോട്ടയത്ത് തോമസ് സാർ ഇങ്ങനെ പറഞ്ഞു, അതായത് വിലയുള്ളതിനോടുള്ള, അതായത് കർത്തൃമേശയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വിലയുള്ളതിനോടുള്ള നിരന്തരമായ സമ്പർക്കം കൊണ്ട് കുറെ കഴിയുമ്പോൾ അതിന്റെ വില നമ്മൾ അറിയാതെ പോകും. കൈ കിട്ടുന്നത് വരെ പല കാര്യങ്ങളും നമുക്ക് വലിയ എക്സ്പെക്ടേഷനും വലിയ ചിന്തകളുമായിരിക്കും. കിട്ടിക്കഴിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് വിലയുള്ള, എത്ര വിലയുള്ളതാണ്. കുറച്ച് യൂത്തായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ വലിയ പ്രതീക്ഷ കുറച്ച് ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ സംഭവിക്കരുത്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ വേണം ദൈവം. അതിനാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിനകത്ത് പറഞ്ഞത്, പ്രതീക്ഷ കൈവിടാതിരിക്കേണ്ട ക്രിസ്തീയ ജീവിതത്തിന്റെ ആവശ്യകതയെ ബോധിപ്പിക്കാനാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിനകത്ത് പറഞ്ഞു തുടങ്ങുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞ് വചനം വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും ആത്മീയ കൂടിവരലിൽ പങ്കെടുക്കാതെയും ഇരിക്കുന്ന ഒരു ദാരിദ്ര്യ അവസ്ഥയുണ്ട്. അതല്ല, എത്ര ദൈവസന്നിധിയിൽ അടുത്ത് ചെന്നാലും എത്ര കൃപകൾ പ്രാപിച്ചാലും കർത്താവേ ഇത്രയുമായിട്ട് തുലനം ചെയ്യും. ഞാൻ നിൽക്കാൻ പോകുന്ന സ്ഥാനവുമായിട്ട് തുലനം ചെയ്യും. സാക്ഷികളുടെ വലിയൊരു സമൂഹം എൻ്റെ ചുറ്റും നിൽക്കുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ എത്തേണ്ട ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ എന്ന് എന്നും ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മൾ ആത്മാവിൽ ധരിച്ചില്ല. ആ ചിന്ത ഒരു സൈഡിൽ പ്രാപിക്കുന്നതോടൊപ്പം തന്നെ മറുവശത്തോ ഇനിയും ഞാൻ ഉയരേണ്ടതുണ്ട്. ഈ സാച്ചുറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്താ പറയുന്നത്, യൂസ്ഡായി പോവുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഒരിക്കലും അത് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മളധികം ശ്രദ്ധിക്കണം. കർത്താവിന്റെ രാത്രി നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു തുടങ്ങിയ ദൈവവചന ചിന്ത എന്ന് പറയുന്നത് ആത്മാവിന്റെ പ്രവർത്തനം വേദപുസ്തകത്തിൽ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. തുടർന്ന് ചില കാര്യങ്ങളോട് നമ്മൾ അനുബന്ധിച്ച് മുൻപോട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഭാഗം ആദ്യമായിട്ട് ആത്മാവെന്ന് വേദപുസ്തകത്തിൽ കാണുന്നത് പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്. മനുഷ്യൻ ഭൂമിയിൽ ഇല്ലാത്തപ്പോൾ, ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ മനുഷ്യന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ള
അനുകൂലമായ ഒരു പശ്ചാത്തലത്തിലല്ല ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിൽ നിലനിന്നത്. പാഴും ശൂന്യവും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്നതുമായ ഒരു പശ്ചാത്തലത്തിന്റെ എന്ന് പറഞ്ഞാൽ, വെള്ളത്താൽ മൂടപ്പെട്ട ഭൂമി എന്ന് പറയുമ്പോൾ വെള്ളം ഒരിക്കലും നമ്മുടെ കാലുറപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രതലമല്ല ഒരുക്കുന്നത്. പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ട്, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ, അനുകൂലമല്ലാത്ത ഒരു പ്രതലത്തിനകത്ത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഞാൻ അതിന്റെ വിശദീകരണം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല, എന്നാൽ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഒരു പക്ഷി തന്റെ മുട്ടയുടെ മേൽ അടയിരിക്കുന്നത് പോലെ ആ പദമാണ് ആത്മാവിന്റെ ഭൂമിയിലെ പ്രവർത്തനത്തെ വിശദീകരിക്കാൻ ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാട്സാപ്പിനകത്ത് നമ്മുടെ ചർച്ചിന്റെ ഗ്രൂപ്പിനകത്ത് എനിക്ക് തോന്നുന്നു പ്രിൻസാണ്, ഒരു മുട്ടയുടെ പിക്ചറും അതിനകത്ത് അതിനോട് ചേർന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കുന്നത്, എത്രയോ ആഴമേറിയ ചിന്തകൾ ലോകം മുഴുവൻ ഈ ദിവസത്തിൽ വ്യാപരിക്കുന്നു എന്നുള്ളത് എന്നെ വളരെ ചിന്തിച്ചു. ഒരു വശത്ത് ഒത്തിരി അപകടങ്ങളുണ്ട്, ഒത്തിരി ദുരുപയോഗങ്ങൾ അതുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, മറുവശത്ത് ആഴമേറിയ ചിന്തകൾ ഒരാൾക്ക് കിട്ടിയാൽ അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യാനുള്ള താല്പര്യം, പ്രയോജനപ്രദം, അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒരു മുട്ടയ്ക്ക് പുറത്തുനിന്ന് ഒരു ക്ഷതമുണ്ടായാൽ, പുറത്തുനിന്നൊരു അറ്റാക്ക് ഉണ്ടായാൽ, അത് അവിടെ കൊണ്ട് അത് തീരുകയാണ്. പിന്നെ അതിനകത്തുനിന്ന് ഒരിക്കലും ഒരു ജീവൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ അകത്തുനിന്ന് അത് പൊട്ടി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിനകത്തുനിന്ന് ജീവൻ വരും. അതെന്നെ വളരെയധികം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പിക്കാനിടയായി. പുറത്തുനിന്ന് നമ്മൾ പൊട്ടിച്ചാൽ അതോടുകൂടി, ആ ഉപയോഗത്തോടുകൂടി അതിന്റെ ഉപയോഗം തീർന്നു, പിന്നെ അതിനകത്തൊന്ന് പ്രതീക്ഷിക്കാൻ. എന്നാൽ ഒരു പക്ഷിയുടെ അടിയിലിരിക്കുന്ന ഒരു മുട്ട, അല്ലെങ്കിൽ അത് പൊരുതിയിരിക്കുന്ന മുട്ട, ആ പക്ഷിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ചിന്ത അനുസരിച്ചും നമുക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യവും അനുഭവപരിചയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതൊരു പ്രത്യേക താപപരിധിക്കകത്ത്, ഒരു പ്രത്യേക കാലയളവിനകത്ത് അതിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് പുതിയൊരു ജീവൻ വെളിപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. അത് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നു, ലോകമുള്ളിടത്തോളം കാലം കൊണ്ട് തുടരും. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ആത്മാവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ശൂന്യമായതിൽ പ്രതീക്ഷ ഒന്നും പുറമേ കാണാൻ കഴിയാത്ത ഒരവസ്ഥയുടെ മേൽ ആത്മാവ് പൊരുന്നിരുന്നിട്ട് അതിനകത്തുനിന്ന് ജീവൻ വെളിപ്പെടുക. മറ്റൊരു ചിന്ത ഞാൻ അതിനോടനുബന്ധിച്ച് പറഞ്ഞ്, ഇൻട്രൊഡക്ടറി ടോക്കാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ്, അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മുമ്പോട്ട് പോകാം. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ആത്മാവ് ദൈവിക ആളത്വത്തിൽ ഒന്നായിരിക്കുന്ന, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്നൊരു പ്രയോഗം പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അധികമുണ്ട്, മറ്റു സമുദായക്കാരുടെ ഇടയിൽ അത്രയുമില്ല. എന്നാൽ ഞാൻ വേദപുസ്തകത്തിൽ നോക്കിയിട്ട് പരിശുദ്ധാത്മാവിന് പിതാവിന് 1-ാം സ്ഥാനവും പുത്രന് 2-ാം സ്ഥാനവും പരിശുദ്ധാത്മാവിന് 3-ാം സ്ഥാനവും എവിടുന്ന് വന്നെന്നറിയില്ല, വേദപുസ്തകത്തിൽ ഇല്ല. ദൈവം ആളത്വത്തിൽ, ദൈവം തന്റെ പ്രവൃത്തിയിൽ 3 ആളത്വമായി വെളിപ്പെട്ടാലും, ഒന്നായി വെളിപ്പെട്ടാലും 3 നിലവാരത്തിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. ദൈവം തന്റെ ശക്തിയിൽ പൂർണ്ണനാണ്, ദൈവം തന്റെ ആളത്വത്തിൽ പൂർണ്ണനാണ്. മനുഷ്യബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ട്രിനിറ്റി, തൃത്വം എന്നുള്ള പദം വേദപുസ്തകത്തിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും, തൃത്വം എന്ന പദം വേദപുസ്തകത്തിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും, ഇത്രയധികം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, സാർവലൗകികമായി ആഗോളമായി ഭൂമിയുടെ എല്ലാ വൻകരകളിലും വേദചിന്തകന്മാർ ഇന്നും ചർച്ച ചെയ്തിട്ട് ഒരു ക്ലിയർ കട്ട് ആൻസർ തരാൻ പറ്റാത്ത ഏക കാര്യം, ദൈവം ആളത്വത്തിൽ ഒന്നായിരിക്കുന്നു, പിന്നെ 3ആയി കാണുന്നു. ഇതാർക്കും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും കുറച്ചു നാളുകൾ ദൈവശാസ്ത്ര പഠനത്തിൽ ഇതിനോടനുബന്ധിച്ചുള്ള പല ചിന്തകളും വായിച്ചെങ്കിലും എങ്ങും ഒരു ഉത്തരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. റബറിങ്ക പോലാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് പലരും പല ഉദാഹരണങ്ങളും വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ റബറിന്റെ പണ്ട് ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, പണ്ട് 3 കായ ഒരുപോലെ ഒരുമിച്ചിരിക്കുന്ന എന്നാൽ അതൊരു കായാണെന്ന് പറയുന്നത് പോലെയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും അതിനകത്തൊന്നും നമുക്ക് ഒരു പൂർണ്ണ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല.
അത് കാരണം എന്താണെന്ന് കുറച്ചുകൂടെ കൂലങ്കഷമായി ചിന്തിച്ച് ഞാൻ ആശ്വസിക്കുന്ന കാരണം ഇത്രയേ ഉള്ളൂ. എന്റെ ബുദ്ധി ചെറുതായതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും എന്റെ ബുദ്ധിക്കകത്ത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ ദാവീദിൽ ഒരു ഉത്തരം കണ്ടെത്തി. അദ്ദേഹം സങ്കീർത്തന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് സംവാദങ്ങൾ നടത്തി സമയം കളയുന്നത്? നിത്യരക്ഷയ്ക്കായി, ശുദ്ധീകരണത്തിനായി, ദൈവഹിതം തിരിച്ചറിയേണ്ടതിനായി, ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരേണ്ടതിനായി നമ്മെയും നമുക്കുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തെയും സമർപ്പിക്കുമ്പോൾ ദൈവം ആളത്വമായി, അത് ആത്മാവായി അങ്ങനെയെങ്കിൽ, പുത്രനായി അങ്ങനെയെങ്കിൽ, പിതാവായിട്ട് അങ്ങനെയെങ്കിൽ ദൈവം നമ്മിൽ വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്റെ പ്രവൃത്തി നമ്മിൽ തിരിക്കുന്നത്. ഇനി മൂന്നാളത്വമായിട്ട് ഒരുമിച്ച് വെളിപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാ ദൈവം പറയുന്ന എലോഹിം. മലയാളത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും അതിന്റെ പ്രായഭാഷയിൽ എലോഹിം എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ദൈവം മൂന്നാളത്വമായിട്ട് തന്നെ പറയുക, വരിക, നാം നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ എന്ത് ചെയ്യുക, മനുഷ്യനെ ഉണ്ടാക്കുക. നാം എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പണ്ട് നാട്ടുരാജാക്കന്മാർ നാം കൽപ്പിക്കുന്നു, ആരവിടെ, ഇതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിക്കലും അങ്ങനെ പൊങ്ങച്ചം പറയുന്ന ദൈവം അല്ലെന്നുള്ളതാ എന്റെ അപ്പനെ കുറിച്ച് എനിക്കുള്ള ഏറ്റവും വലിയ അഭിമാനം. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ ഒരിടത്തും ദൈവം പൊങ്ങച്ചം പറയുന്നവനല്ല. പിന്നെ മക്കൾ പലപ്പോഴും പൊങ്ങച്ചം പറയാൻ ശ്രമിക്കുന്നതും ഒക്കെ കേൾക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അപ്പൻ ഒരിക്കലും പൊങ്ങച്ചം പറയത്തില്ല. പുതിയ നിയമത്തിൽ യേശു കർത്താവ് എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചു, പക്ഷപാതക്കാരെ സൗഖ്യമാക്കി, രോഗികളെ തൊട്ടപ്പോൾ, വിരലിന്റെ അറ്റം സ്പർശിച്ചപ്പോൾ, അവരിങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ തൊട്ടപ്പോൾ ഒക്കെ സൗഖ്യം നടന്നു. ഒരിടത്തുപോലും കർത്താവ് താൻ ചെയ്ത പ്രവൃത്തിയെ അടുത്ത ചാപ്റ്ററിലോ അടുത്ത ദേശത്തോ ആവർത്തിച്ച് പറഞ്ഞതായിട്ട് എന്റെ വേദപുസ്തകത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ സ്തോത്രം, ഞാൻ പ്രവർത്തിച്ചു എന്ന് വരുത്തേണ്ടതിന് വേണ്ടി എനിക്ക് പറയാം. എന്നാൽ ഇന്ന് രാത്രി ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്നിൽ കർത്താവ് പ്രവർത്തിക്കുന്നു, ഞാനൊരു ഉപകരണമായിരിക്കുന്നു എന്ന് ഞാനും നിങ്ങളും ഒരുപോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരു പക്ഷെങ്കിൽ സ്വർഗം മുഴുവൻ നമ്മിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിൽ അത് ഉണ്ടാകട്ടെ എന്നുള്ള ഒരു കാത്തിരിപ്പ് നമ്മളിൽ ഉണ്ടാകട്ടെ. കർത്താവ് നാം എന്ന് പറയുന്ന ബഹുവചന രൂപം ദൈവിക ആളത്വത്തിന്റെ പൂർണ്ണതയാ. അത്രയും ചിന്തിക്കാനേ നമുക്ക് പ്രാപ്തിയുള്ളൂ. അതിനകത്ത് ദൈവം ഒന്നായിട്ടല്ല, ദൈവം മൂന്നാളത്വമായിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് തുടർന്നുള്ള വേദപുസ്തകം മുഴുവൻ പഠിക്കുമ്പോൾ, ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണ്ടേ. എങ്കിലും അത് വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ചിന്തയിലേക്ക് പോകും. അങ്ങനെ ദൈവം മൂന്നാളത്വമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് 26-ാം വാക്യത്തിലാണ് എങ്കിൽ 2-ാം വാക്യത്തിൽ തന്നെ ദൈവിക ആളത്വത്തിൽ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പരിവർത്തിച്ചു തുടങ്ങി എന്ന് കാണാൻ കഴിയുന്നു. അത് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം ഭൂമിയിലേക്ക് വന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഭൂമിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ മൊത്തം മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നുള്ള ദൈവിക ഭൂമിയിലെ ഇടപെടലെല്ലാം മനുഷ്യനോടുള്ള ബന്ധത്തിലായിരുന്നു എന്നുള്ളത് വളരെ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്തിനാ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നത്, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കും. പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ വേണ്ട അതിൻ്റെതായ വേദപുസ്തക അടിസ്ഥാനത്തിൽ അല്ലാതെ വ്യാഖ്യാനിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലും നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതിന്റെ നടുവിൽ കർത്താവിന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ രാത്രി ഒറ്റ കാര്യം പ്രതീക്ഷിക്കുക, കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കട്ടെ. അതിനുവേണ്ടി ദൈവകരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും, എന്നിലൂടെ ഞാൻ പറഞ്ഞ എന്റെ കാര്യമല്ല, നമ്മൾ ഓരോരുത്തരും കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ.
നമ്മൾ ഒടുവിലേക്ക് പിന്നീട് ദൈവം ഈ ചിന്തകൾ തുടരുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ കുറെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും പരിശുദ്ധാത്മാവിന്റെ പുതിയ നിയമത്തിലെ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ ഉള്ളിന്റെ കോണിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പെന്തക്കോസ്ത് പിതാക്കന്മാർ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷാഭാഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അകത്തിരുന്ന് അന്യഭാഷ പറയുന്നവർ പുറത്തിറങ്ങി മറുഭാഷ പറയുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനൊരു ചെറിയ ഒരു കാര്യം പറഞ്ഞിട്ട് അതോടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി വെച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ഈ രാത്രിയിലെ ചിന്തയിലേക്ക് വേഗത്തിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്. അന്യഭാഷാ ഭാഷണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നത്, ഞാൻ കണ്ടത്, ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ വെച്ച് പറ എന്ന് പറഞ്ഞ് പറയുന്ന അന്തരീക്ഷത്തിലല്ല. 3 പേര് മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ധനാത്മാവശ്യം പറയുന്നത്. അതുകൊണ്ട് എനിക്കിതിനെ നിഷേധിക്കാൻ അവിടെ ഇരുന്നവരാരും എന്നോട് പറഞ്ഞില്ല. ഇനി അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഒരാൾ അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് അതിനകത്ത് തെറ്റും ഇല്ല. കാരണം പരിശുദ്ധാത്മാവിന് തത്തുല്യമായ പ്രയോഗം വേദപുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ എന്താണ്? കാറ്റെന്നുള്ള വാക്കാണ്. അത് ഇഷ്ടമുള്ളതേക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ഊതും, അത് പ്രവർത്തിക്കും. ഏത് നിലയിലാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഒരു പരിധിക്കപ്പുറം ഏതെങ്കിലും ശക്തി വന്നു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യൻ ദുർബലനാണ്. കാറ്റാകട്ടെ, സമുദ്രമാകട്ടെ, തീയാകട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ദൈവത്തിന്റെ സൈന്യം എന്ന വേദപുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കാറ്റ് ദൈവത്തിന്റെ സൈന്യത്തിൽപ്പെട്ടതാണെങ്കിൽ ആത്മാവിന്റെ പ്രവൃത്തിയെ നമുക്ക് അതിനോട് തുലനം ചെയ്യാം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഏത് നിലയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമല്ലാത്ത, മറ്റുള്ളവർ അവഹേളിക്കുന്നതും കാണുന്നവർക്ക് അസഹ്യമായി തോന്നുന്നതുമായ യാതൊരു പ്രകടനത്തോടും ഞാൻ യോജിക്കുന്നവരുമല്ല എന്ന് ഞാൻ ഈ തരുണത്തിൽ ആ വിഷയത്തുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുക. എന്നാൽ വേദപുസ്തകം ഇത് ക്ലോസ്ഡ് ആണ്, ഇത് പൂർണ്ണമാണ്. ഇതിനകത്ത് പറയുന്ന അടിസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട്, അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആരാഗ്രഹിച്ചാലും സ്വതന്ത്രമായി ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുള്ളതിന് സംശയമില്ല. ചാൾസ് ഫിന്നിയെ പോലുള്ള ദൈവഭൃത്യന്മാര് ചരിത്രത്തിൽ നിങ്ങൾ പോയി വായിച്ചു നോക്കുക. പേര് പറയുന്നത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് വായിക്കാൻ വേണ്ടിയോ എവിടെയെങ്കിലും ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറയാം. ചാൾസ് ഫിന്നിയെ പോലുള്ള ദൈവഭൃത്യന്മാര് ദൈവസന്നിധിയിൽ 10,000-കണക്കിന് പേര് കൂടുന്ന ആത്മീയ കൂടിവരവുകളുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് ഒരക്ഷരം പറയാത്ത ക്രൂസേഡുകൾ അല്ലെങ്കിൽ വലിയ പൊതു മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ഒരക്ഷരം പറയാത്ത. കാരണം അവരെഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ അവരെ ജനത്തെ വിഷ് ചെയ്യുമ്പോൾ തന്നെ പാപബോധം കൊണ്ട് ജനം കരയാൻ തുടങ്ങിയ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ചാൾസ് ഫിന്നി തന്റെ ശുശ്രൂഷ വലിയ വിശാലമായി വലിയ ഓഫീസായി പ്രവർത്തനങ്ങളായി അദ്ദേഹം തന്റെ ഓഫീസിൽ തന്റെ സഹപ്രവർത്തകരോടൊപ്പം വിശാലമായ ഓഫീസിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അസാധാരണമായ ദൈവിക ഹേമം തന്റെ ഹൃദയത്തിലുണ്ടായിട്ട് തന്റെ ഓഫീസിന്റെ സൈഡിലെ ചെറിയ റൂമിലേക്ക് താൻ പോയി മുട്ടുമടക്കിയത് മാത്രം അറിയാം. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വൈദ്യുതി തരംഗങ്ങളെ വെല്ലുന്ന ഒരു ശക്തി ഈ മൺകൂടാരത്തിന്റെ മേലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇത്രയും മഹാനായ മനുഷ്യൻ, തന്റെ സഹപ്രവർത്തകർ ധാരാളം പേർ അവിടെ ആ ഓഫീസിനകത്ത് കൂടിയിട്ടുണ്ട്. അവര് അത്ഭുതപ്പെട്ട് ചെന്ന് നോക്കുമാറ് അദ്ദേഹത്തിന്റെ മേൽ വൈദ്യുത തരംഗങ്ങൾ പോലെ ദൈവശക്തി ഇറങ്ങിയിട്ട് ലാസ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ പ്രവാഹം എന്റെ മേൽ നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് ദൈവത്തോട് അലറി വിളിക്കുന്ന ശബ്ദം തന്റെ സഹപ്രവർത്തകർ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഉദാഹരണം, ചരിത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ചരിത്രം മനസ്സിലാക്കി നോക്കിക്കോ. മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിനപ്പുറമാ ആത്മശക്തി. മാനുഷികമായ ശക്തി കൊണ്ട് കൈയടിക്കുകയോ ഒക്കെ ചെയ്താൽ കുറെ കഴിയുമ്പോൾ തന്നെ ഇവിടെ രണ്ടും അടർന്നു പോകുന്നതായിട്ട് തോന്നും. അപ്പൊ നമ്മൾ നിർത്തും. എന്നാൽ അകത്തുനിന്ന് ദൈവശക്തി വ്യാപരിച്ചാൽ, എങ്ങനെ അകത്തും ദൈവശക്തി വ്യാപരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയണമെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള വിഭജനം പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവാത്മ പ്രേരണ അനുസരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കും. അത് മനസ്സിലാക്കി കൃത്യമായിട്ട് കൊടുക്കേണ്ട
കൊടുക്കേണ്ടത് കൊടുത്താലേ ഈ ആത്മശക്തി അകത്തുനിന്ന് പുറത്തോട്ട് ഒഴുകത്തുള്ളൂ. അല്ലാതെ വലിയ സ്തോത്രം ഏതെങ്കിലും ഒരു തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് ഉണ്ടാകുന്നതല്ല ആത്മശക്തിയൊന്ന്. ഇന്നും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അത് ദൈവജനം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ചരിത്രത്തിൽ കണ്ടതൊക്കെ പുറകോട്ടുള്ള കാലങ്ങൾ വരെ. കഴിഞ്ഞ ദിവസം ഒരു ദൈവഭക്തൻ വിസിറ്റിന് വന്നൊരു ദൈവദാസന് ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുപോലെ, ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, മോശ 25 ലക്ഷത്തോളം വരുന്ന, അറിയത്തില്ല എത്ര ജനസംഖ്യയെന്നോ, അത്രയും ജനത്തിന് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്കറിയത്തില്ല. എങ്ങനെയാ? ഈ മൈക്കില്ലായിരുന്നു. ഇവിടെ 100 പേരിരിക്കുന്ന നമുക്ക് വേണ്ടി മൈക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പലർക്കും പൂർണ്ണമായിട്ട് ഇത് കേൾക്കാൻ പറ്റുന്നില്ല. എന്നാൽ അത്രയും വരുന്ന ജനസമൂഹത്തിന് എങ്ങനെയാ ഉപയോഗിച്ചത്? അങ്ങനെ വേദപുസ്തകം മുന്നോട്ട് നോക്കിയാൽ സൗകര്യ സാമഗ്രികൾ ഒന്നുമില്ലാത്ത കാലത്ത് ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവശക്തിയുടെ പ്രവാഹം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഇക്കാലങ്ങളിലുള്ള നമ്മുടെ സൗകര്യങ്ങളോ സാമഗ്രികളോ ഇല്ലെങ്കിലും ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിയണം, ഉറയ്ക്കണം, മനസ്സിലാക്കണം. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തണം. പുറമേ ഉള്ള സൗകര്യങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പ്രേരണകളുടെയും അടിസ്ഥാനത്തിലല്ല ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതോ. ദൈവാത്മാവിന് ആരുടെയും സഹായം ആവശ്യമില്ല. സ്വാതന്ത്ര്യത്തോടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവദാസൻ ആവർത്തിച്ച് പറയുന്നത് പോലെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ ഷാർജ പട്ടണത്തിൽ 10 പേര് തയ്യാറായാൽ, 10 നീതിമാന്മാരുണ്ടെങ്കിൽ, 5 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കുകയില്ലെന്ന് ദൈവം അബ്രഹാമിന് ഗ്യാരണ്ടി കൊടുത്തെങ്കിൽ, അത് വേറെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു കർത്തൃകൃത്യം തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു 5 നീതിമാന്മാർ മുഴങ്കാലിൽ നിൽക്കാൻ തയ്യാറായാൽ, ഒരിക്കലും ഒരു ഭക്തൻ പ്രാർത്ഥിച്ച, കർത്താവേ എന്റെ ഈ രാജ്യം ഏതാണെന്ന് ഓർക്കുന്നില്ല, എന്റെ ഈ രാജ്യത്ത് ഉണർവായിക്കണമേ, എന്റെ സഭയിൽ ഉണർവായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ മുഴങ്കാലിൽ ഇരുന്നിട്ട് നിനക്ക് ചുറ്റും ഒരു വട്ടം വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ വട്ടം വരച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഈ വട്ടത്തിനകത്ത്, ഞാൻ വരച്ച ഈ വൃത്തത്തിനകത്ത് ദൈവശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറഞ്ഞു. അവിടെ ദൈവശക്തി നിറയുമ്പോൾ ബാക്കി സ്വാഭാവികമായി നിറഞ്ഞോളുമെന്ന് ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞതിന്റെ താരം മനസ്സിലായോ? നമ്മൾ മറ്റുള്ളവർ ആത്മാവിനാൽ നിറയപ്പെടാൻ കാത്തിരിക്കേണ്ട. നാം മുഴങ്കാലിൽ നിന്ന് ദൈവകൃപ ഏറ്റെടുക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറായാൽ അത്ഭുത ശക്തികൾ വെളിപ്പെടും. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ആത്മാവിൽ കാണുന്നു. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഇന്നും പരിധിയില്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇന്നും പരിമിതിയില്ല. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. എന്തുകൊണ്ട് അന്യഭാഷാ ഭാഷണം? യാക്കോബിന്റെ ലേഖനത്തിലെ വാക്യം ചേർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തന ഭാഗങ്ങളോട് അനുബന്ധമായിട്ട് ഞാൻ കാര്യം പറഞ്ഞു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ദോഷത്തിന്റെ ഉറവിടമാകാൻ സാധ്യതയുള്ള അവയവം എന്ന് പറയുന്നത് നാവാണ്. യാതൊരു സംശയവുമില്ല. ആത്മീക ചിന്തകളിൽ നിപുണരായ ദൈവമക്കളാണ് അവിടെ ഇരിക്കുന്നവര്. അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകുമ്പോൾ കാര്യങ്ങൾ ക്ലിക്കായിക്കോളും. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും തിന്മ നിറയാൻ സാധ്യതയുള്ളതും തിന്മ പുറപ്പെടാൻ സാധ്യതയുള്ളതുമായ അവയവമാണ് നാവ്. നാവിന് 2 നാവുണ്ടാക്കുന്ന കേടിന്റെ സാധ്യതയെ സൂചിപ്പിക്കാൻ വേദപുസ്തകത്തിൽ യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്ന 2 സാദൃശ്യങ്ങൾ. ഒന്ന്, നാവ് ഒരു തീ തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. ഒരു തീ തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നാവ് ഭയങ്കര വിഷമുള്ളതാണെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ വിഷത്തിന്റെ പ്രവൃത്തിയും തീയുടെ പ്രവൃത്തിയും എവിടം വരെ പോകാൻ സാധ്യതയുണ്ടോ അത്രയും സാധ്യത നാവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു തുടങ്ങുമ്പോൾ വളരെ ചിന്തനീയമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, അഗ്നിനാവുകൾ, എന്താ പറയുന്നത്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി അവരുടെ മേൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ആ പതിച്ചിൽ ആദ്യമായിട്ട് ആത്മാശക്തി സ്ഥിരവാസത്തിന് വേണ്ടി അപ്പോസ്തല പ്രവൃത്തികൾ ദൈവസഭയുടെ ഉദ്ഘാടനത്തോടുള്ള ബന്ധത്തിൽ അവരോഹണം ചെയ്ത ദൈവാത്മാവ് തീർച്ചയായിട്ടും പതിഞ്ഞത് സംശയം കൂടാതെ വിശ്വസിക്കാം. അവരുടെ മേൽ പതിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ നാവിന്റെ മേലേക്ക് അത് ഇറങ്ങി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ചിന്ത അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. മറുവശത്ത് പാപത്തിന്റെ ഭയാനകതയ്ക്ക് ഒരു മനുഷ്യനെ എത്രയും തള്ളിവിടാമോ അത്രയും തള്ളിവിടാൻ നാവിന്
നാവിന് സാധ്യതയുണ്ടെങ്കിൽ മറുവശത്ത് ദൈവത്തിന്റെ സാധ്യതയ്ക്ക് ഏറ്റവും ഉപയോഗിക്കപ്പെടാൻ കൊള്ളാകുന്ന മനുഷ്യന്റെ ശരീരത്തിലെ അവയവമാണ് നാവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഒരു വശത്ത് പാപം എത്രയും സ്വാധീനം ചെലുത്താൻ നാവിനെ ഉപയോഗിക്കുന്നുവോ അതേപോലെ തന്നെ മറുവശത്ത് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്താൽ, ശുദ്ധീകരണത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ, എന്റെ അതിരത്തെ നിന്റെ കരങ്ങളിൽ തരുന്നു എന്ന് പറഞ്ഞാൽ അതിരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ശരീരത്തെ മുഴുവൻ നിറയ്ക്കാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ആദ്യമായി പെന്തക്കോസ്ത് നാളിൽ ആത്മസാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവരുടെ മേൽ പതിഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പതിഞ്ഞു എന്ന് മാത്രമല്ല, അവർ ഓരോരുത്തരും ദൈവം അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നവിടെ എഴുതിയിരിക്കുന്നു. ഇനിയും പ്രൈസ് ദി ലോർഡ് സ്തോത്രം. വേദപുസ്തകത്തിലെ കൽപ്പനകൾ എന്തുകൊണ്ട് നമ്മൾ പിന്തുടരുന്നു? ഒന്നിലധികം പ്രാവശ്യം അപ്പോസ്തലന്മാരും കർത്താവും ആവർത്തിച്ചു പറഞ്ഞ് വേദപുസ്തക രചയിതാക്കൾ അതിനെ ഉറപ്പിച്ചു പറഞ്ഞ് 1-ാം നൂറ്റാണ്ടിലെ സഭ പിന്തുടർന്നത് എന്തെല്ലാം വേദപുസ്തകത്തിലുണ്ടോ അത് പിന്തുടരുവാൻ നമ്മളും ബാധ്യസ്ഥർ തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു പെയിന്റിംഗ് ആവശ്യം, ഒരു പൂർവീകരണം ആവശ്യം. ഇന്ന് രാത്രി നവീകരണമല്ല നമുക്ക് വേണ്ടത്, ഒരു പൂർവീകരണം. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അതേ അനുഭവത്തിലേക്ക് ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. മടക്കയാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലത്ത് ഏറ്റവും തകർന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനം വന്നു. ബാബിലോണിലേക്കും അശൂരിലേക്കും ഓൾറെഡി പിടിക്കപ്പെട്ടുകൊണ്ടുപോയി. നെബൂഖദ്നേസർ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പ്രവചനത്തിന് കുത്തിടാൻ വേണ്ടി അവസാനം പറഞ്ഞ വാക്കുകളിൽ ഒന്നാണ് ഇരമ്യാവ്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ദൂത് പറഞ്ഞു ഇടപാട് തീർന്നിട്ട് പറഞ്ഞ ദൂത് സംഭവിക്കുന്നത് അതുപോലെ കണ്ണിനകത്ത് കണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന അഭിഷക്തൻ പറയാം. നെബൂഖദ്നേസർ വന്ന് വലിയ സൈന്യവുമായിട്ട് വന്ന് ദൈവഹിതം അനുസരിക്കാത്ത, ദൈവഹിതത്തിൽ അന്യപ്പെട്ടു പോയ വിഗ്രഹാരാധനയ്ക്ക് അടിമകളായി തീർന്ന, ആലയത്തെ ഉപേക്ഷിച്ച, വേണ്ടാത്ത വെച്ചുകെട്ടുകളിലേക്ക് പോയ ജനത്തെ ഉപദേശിക്കാൻ പ്രവചനാത്മാവിൽ എഴുന്നേറ്റുന്ന ഇരമ്യാവ് പലതും വിളിച്ചു പറഞ്ഞിട്ടും ജനം കാണാതെയും കേൾക്കാതെയും ഇരിക്കുന്നത് കണ്ടിട്ട്, അവരുടെ ഹൃദയം ദൈവത്തിന് രൂപാന്തരപ്പെടാതിരിക്കുന്നത് കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് ഒരു ഗുഹയ്ക്കകത്ത് പോയി ഇരുന്നെന്നും ചില വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അതേ സ്ഥാനത്താണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥാനമെന്നും പറയുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇരമ്യാവ് ഇരുന്നുകൊണ്ട് കരഞ്ഞു ദൂരെ നോക്കിയപ്പോൾ കാണുന്നു. അതാണ് വിലാപങ്ങളുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. വഴിത്തരയ്ക്കൽ ജീവരക്ഷയ്ക്കായി കൈമലർത്തിക്കൊണ്ട് വീട് കിടക്കുന്ന കുഞ്ഞുങ്ങൾ എന്താണെന്നറിയാമോ? നെബൂഖദ്നേസറിന്റെ രഥചക്രങ്ങൾ ഉരുണ്ടുപോകുമ്പോൾ അതിനകത്തേക്ക് വാരി വലിച്ചിട്ടുണ്ട് സാമർഥ്യമുള്ളതെന്നും കഴിവുള്ളതെന്നും കൊള്ളാവുന്നതും വളർത്തിയെടുത്താൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കൊള്ളാവുന്നു നല്ല മസിൽമാന്മാരാകുമെന്ന് കണ്ട പിള്ളേരെയൊക്കെ വാരിപ്പറക്കി എടുത്തിട്ടോണ്ട് പോകുന്ന വഴിക്ക് അപ്പനുണ്ടോ അമ്മയുണ്ടോ സഹോദരങ്ങളുണ്ടോ ഇതിന്റെ ജീവനെ കാണാൻ ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അത് മാത്രമല്ല, ദൈവം അനുവദിച്ചിട്ട് വന്നതല്ലേ നെബൂഖദ്നേസർ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രഥത്തിനകത്തേക്ക് തെറിച്ച് വഴിയിലൊക്കെ വീഴുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഇരമ്യാവ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയുകയാണ്, ഇന്നലെങ്ങനെ പറഞ്ഞ ദൂത് ഇവരനുസരിച്ചായിരുന്നെങ്കിൽ ഇവരിങ്ങനെ അന്യപ്പെട്ടു പോയില്ലായിരുന്നല്ലോ. വഴിത്തരയ്ക്കൽ കിടന്ന കുഞ്ഞുങ്ങൾ ജീവശ്വാസം വലിച്ചുകൊണ്ട് അവസാനമായി മരണത്തിലേക്ക് കൈനീട്ടുന്ന ഒരു പ്രവണത കണ്ടുകൊണ്ടാണ് ഇരമ്യാവ് വിലാപങ്ങൾ എഴുതിയതെന്ന് ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓർക്കണം പ്രിയരെ, ആ ഒരു ദൈവാലോചന തിരസ്കരിച്ചതുകൊണ്ട് ഒരു മടങ്ങി വരവിലോ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് കഴിയാതെ തകർന്നു പോയെങ്കിലും ദൈവോദ്ദേശം അവരുടെ മേൽ നിലനിന്നതുകൊണ്ട് വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി ദൈവീയ പ്ലാനുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടും വീണ്ടും ദൈവം അവസരങ്ങൾ കൊടുത്ത് ഇന്ന് ആ രാഷ്ട്രത്തെ ദൈവം പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, വേദപുസ്തകം മടങ്ങി വരവിന് ആഹ്വാനം നൽകുന്നു. ഇരമ്യാവ് അവസാനം വിലാപങ്ങളിൽ കരഞ്ഞു നിർത്തുന്നത് ഇങ്ങനെ, കർത്താവേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. ഈ രാത്രി ആരോഗ്യത്തോട് പ്രാർത്ഥിക്കും, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. പുതിയ പ്രസംഗങ്ങൾ കേൾക്കണം, പുതിയ ആശയങ്ങൾ കേൾക്കണം, പുതിയ ചിന്തകൾ വേണം. ഇതൊക്കെ വിട്ടിട്ട് ഇന്ന് രാത്രി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു കാലം ഞങ്ങൾക്ക് വേണം. മാനുഷികമായ നിയന്ത്രണങ്ങൾക്ക് അതീതമായി ദൈവസഭകളിലും മാനുഷിക നിയന്ത്രണത്തില്ല. ഞാൻ പറഞ്ഞത് ആഗോളമായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. മോശ സമാഗമന കൂടാരം നിവർത്തിയതുപോലെ, ശലോമോൻ ആലയം പണിത് പ്രതിഷ്ഠിച്ചതുപോലെ, അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവതേജസ്സ് ഇറങ്ങുന്ന ഒരനുഭവം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അപ്പോൾ ദൈവം ആത്മാവ് മനുഷ്യന്റെ അധരത്തെ ടേക്ക് ഓവർ ചെയ്തു.
അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ അധരത്തെ ഏറ്റെടുത്തതോടുകൂടി അവരുടെ ജീവിതത്തിന്റെ പ്രവൃത്തി ചക്രങ്ങളെ മൊത്തം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണ പരിധിയിലേക്ക് കൊണ്ടുവരാനിടയായി. അത് അവിടെ കൊണ്ട് തീരുന്നതല്ല. അപ്പോസ്തലന്മാർ മറ്റ് യെരൂശലേമിൽ നിന്നും യഹൂദയിലേക്കും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറയുന്ന ദൈവവചനത്തിന്റെ നിവൃത്തി പോലെ കർത്താവ് പറഞ്ഞു, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ എല്ലായിടത്തും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ ആകുവിൻ എന്നല്ല, അവിടെ ഒരു ആഹ്വാനമില്ല. പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒരാഹ്വാനമില്ല. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാനും ഒരു കാലയളവ് വരെ പറഞ്ഞു ആകുവീൻ എന്ന് പറഞ്ഞിട്ടില്ല, ആകും. ശരിയായിട്ട് ആത്മാവ് വന്നാൽ ആകും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവിടെ ആകുവീൻ ആഹ്വാനം വേണ്ട. ശരിയായിട്ട് ആത്മാവ് വന്നാൽ ചുറ്റുപാടുകളെ മറക്കും, ആരും ഓർക്കത്തില്ല, ആത്മസാന്നിധ്യം കൊണ്ട് നിറയും. അതിന്റെ പരിണിത ഫലമായിട്ട് കാണുന്ന മറ്റൊരു കാര്യമാണ് സുവിശേഷവുമായി മുന്നോട്ട് യാത്ര ചെയ്യും. അത് ദിവസങ്ങളിൽ ദൈവസഭകളുണ്ടാകാൻ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കും. 1, ഞങ്ങളെ മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കും. 2, സുവിശേഷവുമായി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ജീവിതങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കാൻ ഇന്ന് നമ്മളിപ്പോ ഇരിക്കുന്ന ഈ ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഇന്ന് നമ്മൾ ഈ രാത്രിയിൽ നമ്മൾ ആഗ്രഹിച്ചാൽ അടുത്ത ഓഗസ്റ്റ് 16-ന് മുമ്പ് ഓരോരുത്തരും ഓരോ വ്യക്തികളെ കർത്താവിലേക്ക് നേടിയാൽ അടുത്ത ആഴ്ച ഈ ഹോളിനകത്ത്, അടുത്ത വർഷം ഈ സമയത്ത് ഈ ഹോളിനകത്ത് ഇത്രയും പേരോടെ ഓരോരുത്തരെ ലക്ഷ്യം വെച്ചാൽ മതി. പക്ഷെ കഴിയുന്നില്ല. കാരണം എന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആലയം കൊണ്ട് അവസാനിക്കുക, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ആലയത്തിനകത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്, ചൈതന്യപ്പെടുത്തുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്. നമ്മൾ ശക്തരാകുന്നുണ്ടെങ്കിലും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ശക്തി എന്തിനാ? നമ്മൾ ബലപ്പെടുന്നുണ്ട്, ആരോഗ്യമുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? ജോലി ചെയ്യുന്നുണ്ടല്ലേ മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്നത്, അത് നമുക്കും പ്രയോജനമായി തീരുന്നത്. അപ്പോൾ അടുത്ത ഒരു പ്രാവർത്തിക തലത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകണം. ആത്മശക്തി നമ്മൾ പ്രാപിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രായോഗിക തലമുണ്ട്. സുവിശേഷത്താൽ സ്വാധീനം. എന്റെ ഭാഷ ഞാൻ ഒത്തിരി സുവിശേഷം പറയുന്നുണ്ടല്ലോ. സുവിശേഷം പറയാത്തതിന്റെ കുഴപ്പമില്ല. സുവിശേഷം അവരിൽ വിശ്വാസമായി പരിണമിക്കണം. കേൾക്കുന്നവരിൽ നാം പറയുന്ന സുവിശേഷം വിശ്വാസമായി പരിണമിച്ച് അത് അവർക്ക് ഉപകാരമായി വരേണ്ടതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ അധരങ്ങളിൽ തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അടുത്ത നിവൃത്തിക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ അധരങ്ങളിൽ തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അടുത്ത നിവൃത്തി പദത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ദിവസത്തിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ അന്യഭാഷാ ഭാഷണം അവിടെ തീരുന്നതല്ല, യെരൂശലേമിൽ തീർന്നതല്ല. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അടുത്ത ചാപ്റ്ററുകളിലൊക്കെ ദൈവദാസന്മാർ വചനം സൃഷ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അവിടെ ആത്മഭാഷ സംസാരിച്ചു എന്ന് കാണുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോൾ നമ്മളിപ്പോൾ സംശയമുള്ളവർ കാണും. കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോൾ ആ വരത്തെ കുറിച്ച് പറയുന്നു. ഭാഷകളുടെ വരമുണ്ട്, പിന്നെ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രവചനവരത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അതിനുവേണ്ടി വാഞ്ചിപ്പീൻ എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ഈ ആത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ഡൗട്ട് ഉള്ളിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. ആത്മവരത്തിന് വേണ്ടി യാചിപ്പീൻ വാഞ്ചിപ്പീൻ എന്ന് പറയുന്ന പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നതും അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞ 2-2. അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത് ദൈവം ഇവർ ചോദിക്കാതെ ഇങ്ങോട്ട് കൊടുക്കുക. എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞ ജനത്തിന്റെ മേലും അവർ സുവിശേഷവുമായി പുറപ്പെട്ടപ്പോൾ ചെന്നിടത്തൊന്നും എനിക്ക് എന്റെ നാവിന്റെ മേൽ അഭിഷേകം വരണമേ, അന്യഭാഷ വരണമെന്നൊന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരല്ല. യാദൃച്ഛികമായിട്ട് ദൈവസാന്നിധ്യത്തിന് വേണ്ടിയും കാൽവരി ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് സുവിശേഷത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചവരുടെ മേൽ സ്വാഭാവികമായിട്ട് വന്നതാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്ന ആത്മനിറവും അന്യഭാഷാ ഭാഷണവും. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഒരുക്കം നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായി നമ്മൾ വരും. മറ്റൊന്ന് പറഞ്ഞാൽ അതല്ല, അവിടം കൊണ്ട് എനിക്ക് പോരെ കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഭാഷകളും ഭാഷകളുടെ വരങ്ങളും അതിന്റെ വ്യാഖ്യാനപരവും വിശ്വസിപ്പാനുള്ളവരും രോഗശാന്തി വരം, കൃപാവരം, ഇതൊക്കെ പറയുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് വിവിധ കൃപാവരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും പ്രവചനവരത്തെക്കുറിച്ചും ഭാഷാവരത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ
വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ സഭ ഉളവായി വ്യാപിച്ചപ്പോഴൊക്കെ ഉണ്ടായ അന്യഭാഷാ ഭാഷണം ചോദിച്ചു മേടിച്ചതല്ല, അവിടുന്ന് പകർന്നു കൊടുത്തതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാം ലെവലിൽ ഇത് പകർന്നു വരണം. രണ്ടാം ലെവലിലേക്ക് ദൈവാത്മാവിനോട് നമുക്ക് ചോദിച്ച് അതിന്റെ അടുത്ത തലങ്ങളിലേക്ക് പോയി അനേകർക്ക് പ്രയോജനമുള്ളവരായി നമുക്ക് തീരാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എല്ലാം ഒന്നും രണ്ടും ലെവൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊരു തർക്കം ഉണ്ടാകണ്ട. ഒന്നാം ലെവൽ എന്ന് പറയുന്നത് ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നവരുടെ മേൽ അധരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ശരീരത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കർത്താവേ എന്നെ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് വാഞ്ചിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവശക്തിയും അന്യഭാഷാ ഭാഷണവും. അത് പറഞ്ഞ് ഞാൻ വിടുകയാണ്. വിശദീകരിക്കാൻ നേരമില്ല, സമയം ഓൾറെഡി നമ്മെ വിട്ട് മുമ്പോട്ട് പോവുകയാണ്. വേഗത്തിൽ ഞാൻ പറയട്ടെ, ഇന്ന് പറഞ്ഞ് പെട്ടെന്ന് തീർക്കുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ഭാഗത്താണ് ദൈവാത്മാവെന്ന പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ദൈവാത്മാവിനെ കണ്ടത് നമ്മൾ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ശൂന്യതകളുടെ മേൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന പരിശുദ്ധാത്മാവ്. അതിന്റെ പ്രത്യേകത ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവിക ആളത്വം പൂർണ്ണമായി ഭൂമിയിൽ വന്ന് സൃഷ്ടിപ്പ് നടത്തുന്നതിന് മുമ്പേ തന്നെ ആത്മശക്തി ഭൂമിയുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ആത്മാവിന് ഭൂമിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആത്മാവിന്റെ ദാഹം ഇതാണ് എന്ന് പറഞ്ഞാൽ ദൈവിക ആളത്വം പൂർണ്ണമായി ഇറങ്ങി വന്ന് ഒരു സ്വർഗീയ പ്രോഗ്രാം ഭൂമിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശൂന്യമായ അവസ്ഥകളുടെ മേൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക, ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ഉള്ളിലേക്കാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരുപോലെ ഇറങ്ങി ആത്മപ്രവൃത്തിയുടെ അടുത്ത തലങ്ങൾ, പുതിയ സൃഷ്ടിപ്പുകൾ നടത്താൻ സാധ്യതയുള്ളതെന്ന് ഈ രാത്രി ആ ഭാഗത്ത് നിന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത ഭാഗം കാണാൻ കഴിയുന്നത് 6-ാം അധ്യായം 3-ാം വാക്യം. വേഗത്തിലൊന്ന് വായിക്കാം. 6-ാം അധ്യായം 3-ാം വാക്യം. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് ഫോർ എവർ ഡ്വെൽ ആൻഡ് സ്റ്റൈവ് വിത്ത് മാൻ. അങ്ങനെ അതിന്റെ ശരിയായ ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നത് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് ഫോർ എവർ ഡ്വെൽ ആൻഡ് സ്റ്റൈ വിത്ത് മാൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി മനുഷ്യരിൽ സമ്പാദിച്ചുകൊണ്ട് ഇനിയും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കിരിക്കാൻ പറ്റുന്നൊരു പരിധി ഉണ്ടായിരുന്നു, അതും കവിഞ്ഞ് മനുഷ്യന്റെ ദുഷ്ടത. 5-ാം വാക്യം. 5-ാം വാക്യം പെട്ടെന്ന് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം എന്ന് പറയുന്നത് വിക്കഡ്നെസ് ഓഫ് മാൻ, മനുഷ്യന്റെ ദുഷ്ടത സമം എന്താണ്? എവറി ഇമാജിനേഷൻ പ്ലസ് ഇന്റൻഷൻ. തെറ്റായ ദൈവഹിതത്തിന് നിരക്കാത്ത നിരൂപണവും പ്ലസ് ഇന്റൻഷൻ. ദൈവഹിതത്തിന് ഉചിതമല്ലാത്ത സ്ഥാപിത താല്പര്യങ്ങളും ഉളവാകുന്നിടത്ത് ഒന്നും ആരും പ്രേരണ കൊടുത്തില്ലെങ്കിലും സ്വാഭാവികമായി വിക്കഡ്നെസ് ഉണ്ടാകും, ദുഷ്ടത ഉണ്ടാകും. കർത്താവ് അത് വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് അങ്ങനെ ഉള്ളിടത്ത് ഇരിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ മറ്റൊന്ന് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രാവിനോട് ചേർത്ത വിശുദ്ധിയുള്ള സ്ഥലത്തല്ലാതെ അശുദ്ധിയുള്ളിടത്ത് കാലുകുത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയോടാണ് ആത്മസാന്നിധ്യത്തെ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദുഷ്ടത എവിടെയാ ദുഷ്ടത ഉണ്ടാകുന്നത്? ഒരു സുപ്രഭാതത്തിലൊരു ദുഷ്ടത ഞാൻ കാണിക്കുകയല്ല, എന്റെ അകത്ത് നിരൂപണം തെറ്റായി വന്നിട്ട് അതിനോട് ചേർന്ന് ദൈവഹിതത്തിന് നിരക്കാത്ത വിചാരങ്ങളും താല്പര്യങ്ങളും വന്നു ചേരുമ്പോൾ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ദൈവഹിതത്തിന് ഉചിതമല്ലാത്ത നിരൂപണങ്ങളും അതിനോട് ചേർന്ന് ഇന്റൻഷൻ, ദുരാഗ്രഹങ്ങൾ മനസ്സിനകത്ത് കയറുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് അത് തന്നെ വന്നോളും കൊണ്ടുവരേണ്ട ദുഷ്ടത സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യന്റെയും പതനം തുടങ്ങുന്നത് പുറത്തു നിന്നില്ല, അകത്തു നിന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ നിരൂപണത്തിലും ദൈവത്തിന്റെ ഹിതത്തിനും വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഹൃദയത്തിനകത്തുനിന്ന് വെളിപ്പെടുന്നതും വെളിപ്പെടാനിരിക്കുന്നതുമായ ദൈവശക്തി എത്ര വലുതാണെന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ഒരു വശത്ത് നിരൂപണം തെറ്റായാൽ, ഒരു വശത്ത് സ്ഥാപിത താല്പര്യങ്ങൾ വന്നാൽ, ദൈവഹിതത്തിന് നിരക്കാത്ത ഇഷ്ടങ്ങൾ വന്നാൽ അതൊന്നും പിടിച്ചു മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എനിക്കിവിടെ ചിന്ത വന്ന വലിയൊരു കാര്യമുണ്ട്. ദൈവം സ്വതവേ പിൻവലിയാൻ തീരുമാനിച്ചു. ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചപ്പോൾ ദൈവത്തിന് കാലുകുത്തി നിൽക്കാൻ പറ്റാത്ത, ദൈവാത്മാവിനെ നിരന്തരം സമ്പാദിക്കാൻ പറ്റാത്ത, ഇന്ന് പകരം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിലൊരു ചിന്ത കടന്നുപോയി. അതിന് ഞാൻ 100% ഉപോത്ബലകമായ ഭാഗങ്ങൾ
കണ്ടില്ലെങ്കിലും 31:1 മുതൽ 6-ാം അധ്യായം വരെ ആത്മാവ് ഫോറെവർ എന്നും വസിക്കേണ്ടതിന് വേണ്ടി, മനുഷ്യനോട് ചേർന്നിരിക്കേണ്ടതിന് വേണ്ടി ആഗ്രഹിച്ച് മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഭൂമിയിൽ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ദൈവാത്മാവ് മനുഷ്യന് നിരന്തരം വസിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിരന്തരം വസിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ദൈവവാസത്തിന് ഉചിതമല്ലാത്ത നിലവാരത്തിൽ നിരൂപണങ്ങളാലും ദുഷ്ടചിന്തകളാലും ഹൃദയം വശീകരിക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ ദൈവം അവിടെ ചെയ്തത് അന്നേരം പിടിച്ച് അറ്റാക്ക് ചെയ്യുകയല്ലായിരുന്നു. ആദ്യം ദൈവം അവിടെ നിന്ന് സ്വതവേ പിൻവലിയുകയായിരുന്നു. എനിക്ക് ഇവരോട് വാദിച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല, മനുഷ്യൻ ജഡമാണല്ലോ, ഇവരോട് എനിക്ക് വാദിച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ദൈവം അവിടുന്ന് പിൻവാങ്ങുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഒരു ശുഭസൂചന അവിടെ ഉണ്ട്. ദൈവം മനുഷ്യകുലത്തിൽ നിന്ന് മുഴുവനായി പിൻവാങ്ങാൻ തീരുമാനിച്ചപ്പോഴും അതിനകത്ത് പരിശുദ്ധാത്മാവ് പരതി നടന്ന് ആൾക്കൂട്ടത്തിന്റെ നടുക്കുന്ന ഒരു ബാലനെ പിടിച്ചുകൊണ്ട് വന്ന് എന്റെ 5 അപ്പോൾ 2 മീനുമുണ്ടെന്ന് പറഞ്ഞ് ദൈവപ്രവൃത്തിയുടെ അടുത്ത ചാല് തുറന്ന് അന്ത്രയോസിനെ പോലെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ നോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എല്ലാവരുടെയും നിരൂപണം ദുഷ്ടത കൊണ്ട് നിറഞ്ഞപ്പോൾ, എല്ലാവരുടെയും വിചാരങ്ങൾ ദൈവഹിതത്തിൽ നിന്ന് അന്യമായി ഇത് രണ്ടും കൂടെ കൂട്ടുമുട്ടിയപ്പോൾ ദുഷ്ടത ഭൂമിക്കകത്ത് വിളഞ്ഞു പെരുകുമ്പോൾ അതിന്റെ നടുവിൽ ഒരുത്തനിത വേറിട്ട് നിൽക്കുകയാണ്. പിതാവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യത്തില്ല, ദൈവഹിതത്തിന് നിരക്കാത്തത് ഞാൻ നിരൂപിക്കത്തില്ല, അവന്റെ വിചാരങ്ങൾക്ക് ചേരാത്തത് എന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗവും കൂടെ ഒരു തീരുമാനമെടുത്ത് ആത്മാവ് അതിന്റെ മേൽ മുദ്രയിട്ടു. ഇവനിൽ നിന്ന് ഞാൻ ഒരു വിശുദ്ധ സന്തതിയെ ഉളവാക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എല്ലാ കണ്ണുകളും ദൈവത്തിന് അറിയട്ടെ, ദുഷ്ടത പെരുകട്ടെ,